10-70 കേസായി. കുറേ കുട്ടികൾ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയിട്ട് വന്നു. ഇപ്പോൾ ഇനിയും 10-16 കേസ് ഇപ്പോൾ എൻ്റെ വാർഡിൽ നിലനിൽക്കുന്നുണ്ട്. സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളൊക്കെ ഒരു കുഴി എടുത്തിട്ട് അവരങ്ങനെ അതൊരു സ്ലാബ് ഇട്ടിട്ടോ അങ്ങനെ ഒന്നും ഒരു സുരക്ഷയില്ലാതെ ഇങ്ങനെ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കേണ്ട മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോന്നാണ് പറഞ്ഞത്. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തി ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോൾ അതിഭീകരമായ ഒരു ആരോഗ്യ പ്രശ്നത്തെ നേരിടുകയാണ് കാട്ടാമ്പള്ളി നിവാസികൾ. കാഞ്ഞിരത്തറ അക്കരമൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിശ്വസമുദ്രിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപത്തെ സെപ്റ്റിക് ടാങ്കാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം പുറത്തേക്കൊഴുകി ഈ പ്രദേശത്താകെ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഒരു പ്രദേശമാകെ മഞ്ഞപ്പിത്തത്തിന്റെ ഭീതിയിലാണ്. നിലവിൽ 70 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 20 കുട്ടികൾ നിരീക്ഷണത്തിലുമാണ്. ഇങ്ങനെ മഞ്ഞപ്പിത്തം പടരാൻ കാരണം തേടി ചിറക്കൽ പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഇറങ്ങിയപ്പോൾ ആ അന്വേഷണം ചെന്നെത്തിയത് ദേശീയപാത 66 നിർമ്മാണ കരാർ ഏറ്റെടുത്ത വിശ്വസമുദ്രിയുടെ കാട്ടാമ്പള്ളി കാഞ്ഞിരത്തറ അക്കരമേൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലാണ്. ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കാണിത്. ഒരു കുഴിയെടുത്ത് അതിലാണ് സെപ്റ്റിക് മാലിന്യം ഒഴുക്കുന്നത്. ഇതാണ് ഈ പ്രദേശമാകെ മഞ്ഞപ്പിത്തം പടരാനും കുടിവെള്ളം മുട്ടാനും കാരണമാകുന്നതെന്നാണ് സ്ഥലം സന്ദർശിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരീം ചേലേരി പറയുന്നത്. ഈ മലിനജലം ഇപ്പോൾ കാണുന്നത് ഓവർഫ്ലോ ആണ്. ഇത് ഒഴുകിയിട്ട് ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു തോട് പോലെ കാണുന്ന ഈ സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികം കിണറുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുടിവെള്ളം വളരെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിന് എന്താണ് പരിഹാരം, റെസ്ക്യൂ എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ആരോഗ്യ പ്രവർത്തകന്മാർ ആലോചിക്കണം. കേവലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈൻ ഇമ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ജനങ്ങളുടെ ജീവനാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. അക്കാര്യത്തിന് മുഖ്യ പരിഗണന നൽകിയിട്ട് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കുന്നതിന് നടപടികളുണ്ടാകണം. മഞ്ഞപ്പിത്തത്തിന്റെ പിടിയിലാണ് നാടെന്ന് ചിറക്കൽ പഞ്ചായത്ത് കോട്ടക്കുന്ന് വാർഡംഗം സി അസ്രിയത്ത് പറഞ്ഞു. പിന്നെ അവിടുത്തെ കിണറിലെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കേണ്ട മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ലൈൻ വെള്ളം ഇപ്പം നിലവിലില്ല. സർവീസ് റോഡ് വന്നാലേ ലൈൻ വെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടും. അപ്പോൾ ഇവരെ കുടുംബക്കാരെ വീട്ടിൽ നിന്ന് കട്ടമ്പള്ളി പ്രദേശത്തു നിന്നാണ് ഓട്ടോയിലൊക്കെ ക്യാനിൽ വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ കാരണത്താലാണ് ഇപ്പം നമ്മളെ വാർഡിലും ഈ 9ാം വാർഡിലും ഇത് എത്തിയിട്ടുള്ളത്. 70-ലധികം പേർക്ക് ഈ ഭാഗത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NP നിലോഫർ. 3 മാസമായി തുടങ്ങിയിട്ട് ഡിസംബർ മുതൽ ഈ കേസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കാരണം തേടി ഇറങ്ങിയത്. അപ്പോഴാണ് അറിയാൻ പറ്റി ഇങ്ങനെ ഇവിടെ വേസ്റ്റ് ഇങ്ങനെ പുഴയിലേക്ക് തള്ളുന്നുണ്ടെന്നും അതാണ് ഇതിൻ്റെ കാരണമെന്നും ആ വെള്ളമാണ് കിണറിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾക്ക് റിപ്പോർട്ട് കിട്ടിയത് 20 കുട്ടികൾ ക്വാറന്റൈനിൽ ഒരുമിച്ച് കളിച്ച കുട്ടികളാണ്. അപ്പോൾ ക്വാറന്റൈനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കണ്ടത്. ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളൊക്കെ ഒരു കുഴി എടുത്തിട്ട് അവരങ്ങനെ അതൊരു സ്ലാബ് ഇട്ടിട്ടോ അങ്ങനെ ഒന്നും ഒരു സുരക്ഷയില്ലാതെ ഇങ്ങനെ കണ്ടത്. വളപട്ടണം പുഴയോരത്ത് താമസിക്കുന്നവരിലാണ് ആദ്യം മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയത്. കിണർ വെള്ളം പരിശോധിച്ചപ്പോൾ മലത്തിന്റെ അംശം കണ്ടു എന്നും ഇവിടെ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്നാണ് അത് സംഭവിച്ചതെന്നുമാണ് 8ാം വാർഡ് അംഗം KV സാജിയും പറയുന്നത്. വെള്ളത്തിന്റെ പരിശോധനയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വെള്ളത്തിൽ പരിശോധനയിൽ മലത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതായിരിക്കില്ലേ ഇതിന്റെ കാരണം. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പരിശോധനയ്ക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ പ്രദേശത്തുണ്ട്. ഇത് ഈ പ്രദേശത്തിൻ്റെ അടുത്ത വാർഡ് എൻ്റെതാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഇപ്പോൾ 10-70 കേസായി. കുറേ കുട്ടികൾ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയിട്ട് വന്നു. ഇപ്പോൾ ഇനിയും 10-16 കേസ് ഇപ്പോൾ എൻ്റെ വാർഡിൽ നിലനിൽക്കുന്നുണ്ട്. പ്രശ്നം അതീവ ഗൗരവമാണെന്ന് പഞ്ചായത്ത് അംഗം P സജീവനും പറഞ്ഞു. ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെ വിശ്വസമുദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ ശക്തമായ പ്രക്ഷോഭ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് നാട്ടുകാരെന്ന നിലക്ക് നമ്മുടെയൊക്കെ തീരുമാനം. ശരിക്കും പടരുകയാണോ മഞ്ഞപ്പിത്തം പടരുകയാണ്. ഇപ്പോൾ മാസങ്ങളോളായി. നേരത്തെ മെമ്പർ സൂചിപ്പിച്ചാലും ഡിസംബർ തൊട്ടേ ഇതുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ മഴക്കാലത്തിൻ്റെ കെടുതികളുടെ ഭാഗമായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ വല്ലാത്ത രീതിയിൽ കട്ടമ്പളി പ്രദേശത്ത് ആളുകൾക്ക് വരാനും പോകാനും ഒക്കെ ഒരു ഭയം നിറഞ്ഞൊരവസ്ഥയാണ് ഇതുവഴി സംജാതമായിരിക്കുന്നത്.
ഈ സെപ്റ്റിക് ടാങ്കിന് തൊട്ട് ചതുപ്പ് നിലമാണ്, ഇവിടെ തോടുമുണ്ട്. ഈ കൈവഴി ഒഴുകി എത്തുന്നത് പുഴയിലാണ്. സെപ്റ്റിക് മാലിന്യം ഇതിലൂടെ ഒഴുകി പുഴയിലും കിണറ്റിലും എത്തുന്നുണ്ടെന്നാണ് ആക്ഷേപം. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്ഥാപനമാണ് വിശ്വസമുദ്രയെന്നും AGM ശ്യാംലാൽ പറഞ്ഞു. ഇവിടുത്തെ വെള്ളമാണ് ജീവനക്കാർ കുടിക്കുന്നതെന്നും ഇവിടെ ആർക്കും മഞ്ഞപ്പിത്തബാധ ഉണ്ടായിട്ടില്ലെന്നും ശ്യാംലാൽ വ്യക്തമാക്കി. ഇങ്ങനെയൊരു ഇഷ്യൂ ഇന്നിപ്പോൾ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നാടുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞത്. തീർച്ചയായിട്ടും വിശ്വസമുദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, കാരണം പബ്ലിക്കിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഒരു പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നുള്ള സാഹചര്യം ഒരു കാരണവശാലും മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കമ്പനിയോ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റാഫ് ഏതാണ്ട് 24 മണിക്കൂറും കുറേ സ്റ്റാഫുണ്ട്. ഏതാണ്ട് 8 മണിക്കൂർ 10 മണിക്കൂറോളം ഓഫീസ് സ്റ്റാഫ് അവൈലബിൾ ആണ്. അതിനുശേഷം ലബോറട്ടറിയിലെ ആളുകളുണ്ട്. ഇവരെല്ലാവരും ഇവിടുത്തെ വെള്ളവും ഇതേ ഭക്ഷണവും ഇവിടെ തന്നെ മെസ്സ് ക്യാൻറ്റീൻ ഇവിടെ തന്നെയാണ്. ഈ ഭക്ഷണവും ക്യാൻറ്റീനും ഭക്ഷണം എല്ലാം ഇവിടെ തന്നെയാണ് കഴിക്കുന്നതും എല്ലാം. അപ്പം നമ്മളുടെ ആർക്കും ഒരു സ്റ്റാഫിന് പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടില്ല. വെള്ളം പരിശോധനയടക്കം നടത്തി ആശങ്ക പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ശ്യാംലാൽ ഉറപ്പു നൽകി. അതീവ ഗുരുതരമായ സാഹചര്യത്തെയാണ് കാട്ടാമ്പള്ളി നിവാസികൾ ഇപ്പോൾ നേരിടുന്നത്. ഇവിടുത്തെ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥ 100-ലധികം കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. കിണർ വെള്ളത്തിൽ മലത്തിന്റെ അംശമുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ട് കഴിഞ്ഞു. നിരവധി പേർ ക്വാറന്റൈനിലുമാണ്. അടിയന്തരമായി ആരോഗ്യവകുപ്പ് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നമുക്കും പറയാനുള്ളത്. കാട്ടാമ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.